ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു സ്നാക്ക് റെഡിയാക്കിയാലോ. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത് ഉണ്ടാക്കി തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ചെറിയ കപ്പിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാത്രത്തിലോട് ഇത് മാറ്റിയിടണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും കുറച്ച് താഴെ, അത്രയും മതിയിട്ട് ഉപ്പ് കൂടി പോകരുത്. എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഉപ്പും പൊടിയൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഇത് ഇത്രയും മതി. ഇത് വീണ്ടും നമുക്ക് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഈ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഓയിൽ ചേർക്കുന്നത്. അങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അതുവരെ നമുക്കിങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. നെയ്യൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് റവ, വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് പൊടിയാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ അതിലോട്ട് നേരെ പകുതിയാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ റവയൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും. ബദാം തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ബദാമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പാലിന് പകരം നിങ്ങൾക്ക് പാൽ ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരം വെള്ളം ഒഴിച്ചാലും മതി. അപ്പം ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പാലൊക്കെ വറ്റി വരും. അപ്പോൾ ഈ കോക്കനട്ട് ഇടുന്ന സമയത്ത് ഒട്ടും തന്നെ ഇതിൽ പാലുണ്ടാവില്ല. തീ ഒന്ന് കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുണ്ടത്ര ചേർക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇനി പഞ്ചസാര കൂടി നല്ല രീതിയിൽ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ എന്തായാലും തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ 2 പോർഷൻ ആക്കുന്നുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്നത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയുമല്ലോ, ബോറടിപ്പിക്കുന്നില്ല. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. ഞാനൊന്ന് പരത്തി എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും കനത്തിലാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഗ്ലാസ് കൊണ്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ആണെന്നില്ല, ഏത് ആയാലും വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഇതപ്പോൾ ഞാൻ അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗമെല്ലാം നമുക്ക് ബാക്കിയുള്ള മാവ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇതുപോലത്തെ അതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്ക് അങ്ങനെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനെ മിഡിലിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മൂണ്ട ഷേപ്പിൽ ആദ്യം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ചുറ്റിലും ഒട്ടുന്നില്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ തന്നെ സീലായിട്ട് നിൽക്കും. ഇനി നമുക്കൊരു ഡിസൈൻ കൂടി ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫോർക്ക് ഉണ്ടാവുമല്ലോ, ഫോർക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേറൊരു ഡിസൈനിൽ കിട്ടും. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ പിരിച്ചെടുക്കുന്നത്. ഇതിനെ നമ്മൾ പിരിയട എന്നൊക്കെ പറയുന്നില്ല, അതേ ഡിസൈനിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നുള്ളത്. ഇങ്ങനെ ആക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിൽ ചൂടാക്കാൻ വെക്കണം.
അപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ചൂടായ ഓയിലിലോട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.